സജു, സജു നാട്ടിൽ പോലും പോകാതെ കുറേ നാളായിട്ട് തെരഞ്ഞെടുപ്പ് ബീഹാർ മാത്രം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇതിപ്പോൾ തെരഞ്ഞെടുപ്പിലേക്ക് അടുത്ത് കഴിയുമ്പോൾ അവിടുത്തെ ഒരു അവസ്ഥ എന്താണ്? നമ്മുടെ ബീഹാറിൽ മഹാസഖ്യത്തിന്റെ സ്ഥിതി ആകെ കുഴഞ്ഞു പറഞ്ഞ് വല്ലാത്തൊരു പരുവത്തിൽ നിൽക്കുകയാണ്. പ്രധാനമായിട്ടും ഈ പാർട്ടിക്കുള്ളിൽ, അതായത് മുന്നണിക്കുള്ളിലെ പാർട്ടികൾ തമ്മിൽ തന്നെ വലിയ പ്രശ്നം, നേതാക്കളെ അടിക്കുന്ന സ്ഥിതി വരെ ഉണ്ടായി. നമ്മൾ കണ്ടതല്ല കഴിഞ്ഞ ദിവസം എയർപോർട്ടിൽ കോൺഗ്രസ് നേതാക്കളെ മർദ്ദിക്കുന്ന സ്ഥിതിയിലേക്ക് പോലും എത്തി. അത്തരത്തിൽ വലിയ രീതിയിലേക്ക് കുഴഞ്ഞു മറിയുന്ന അനുഭവത്തിലേക്ക് മാറിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ രാഹുൽ ഗാന്ധി നടത്തിയ വോട്ടറധികാര യാത്രയൊന്നും ഒരു ഫലമില്ലാത്ത രീതിയിലേക്ക് മാറുന്ന സ്ഥിതിയാണ് ഇപ്പൊ നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത്. നമുക്ക് ഇരുന്ന് സംസാരിക്കാതെ കാര്യം വെച്ചാലേ, ഞാനിപ്പോൾ ആലോചിക്കുക, കാര്യം ഒരു പ്രതിപക്ഷത്തിന് വലിയ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നത്. കാര്യം വോട്ടറധികാര യാത്രയായി ബന്ധപ്പെട്ട് വോട്ട് ചോരി വിവാദം രാഹുൽ ഗാന്ധി കൊണ്ടുവരുന്നു. അതിനുശേഷം പിന്നെ ഒരു തുടർച്ച ഉണ്ടാകുകയോ മാത്രമല്ല അതൊന്ന് ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാനായി പറ്റുന്നില്ല. ഒരു 10-14 ദിവസം നീണ്ടു നിന്ന യാത്ര നടത്തി, തേജസ്വി യാദവ് അടക്കം ബൈക്ക് യാത്ര നടത്തി. അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചത് കോൺഗ്രസ് വീണ്ടും ഒരു ഉണർന്ന് നിൽക്കുന്നു, അവിടെ ഒരു പുതുജീവൻ വെക്കുന്നു എന്നാണ്. ഇപ്പൊ എന്താണ് ശരിക്കുള്ള പ്രശ്നം അവിടെ? രാഹുൽ ഗാന്ധി നടത്തിയ വോട്ടറധികാര യാത്രയും രാഹുൽ ഗാന്ധി ഉന്നയിച്ച വോട്ട് കൊള്ള ആരോപണം ഒന്നും അവിടുത്തെ നേതാക്കൾ മനസ്സിലാക്കുന്നതെന്നുള്ളതാണ് വാസ്തവം. നോക്കൂ, നമ്മൾ താഴെത്തട്ടിലേക്ക് എത്തിക്കാൻ പറ്റുന്നു. അതായത് ഈ ഏറ്റവും അവസാന ഘട്ടത്തിൽ പോലും സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തിയാക്കാൻ അവിടെ ആവുന്നില്ല. പാർട്ടിക്കുള്ളിൽ അല്ലെങ്കിൽ മുന്നണിക്കുള്ളിൽ തന്നെ വലിയ പ്രതിസന്ധി നിലനിൽക്കുകയാണ്. ഇടതു പാർട്ടികളുമായിട്ടും മറ്റ് പ്രാദേശിക പാർട്ടികളുമായിട്ടും ഒന്നും ഒരു സമവായത്തിലെത്താൻ ഇന്ത്യ മുന്നണിക്ക് സാധിക്കുന്നില്ല. ഈ മഹാഗഡ്ബന്ധൻ എന്ന് പറഞ്ഞ് നമ്മൾ മഹാരാഷ്ട്ര കണ്ടതാണ്. മഹാഗഡ്ബന്ധൻ എന്ന് പറയുമ്പോൾ ഈ സീറ്റ് വിഭജനം പൂർത്തിയാക്കി നമ്മൾ ഈ വോട്ട മത്സരത്തിന് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നിൽക്കണം. പക്ഷെ അങ്ങനെ നിൽക്കാൻ ഇന്ത്യ മുന്നണിയിൽ അല്ലെങ്കിൽ മഹാഗഡ്ബന്ധൻ നേതാക്കൾക്ക് ആവുന്നില്ല. അതിൽ പ്രതിസന്ധി ഇപ്പോഴും തുടരുകയാണ്. ഇതൊരു പ്രശ്നം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ലാലു പ്രസാദ് യാദവിന്റെ ഏറ്റവും വലിയ വിശ്വസ്തനാണ് ഈ കെ സി യാദവ് എന്ന് പറയുന്ന ആള്. ഈ കെ സി യാദവിന്റെ നേതൃത്വത്തിലാണ് ഒരു കോർഡിനേഷൻ സമിതി ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് പ്രശ്നങ്ങളെല്ലാം ചർച്ച ചെയ്ത് അവസാനിപ്പിക്കുക. ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനത്തിൽ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് ധാരണയിലേക്ക് എത്തുക എന്നുള്ളത് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ആ ഒക്ടോബർ 2 കഴിഞ്ഞ് 3 ആഴ്ചയായിട്ടും തെരഞ്ഞെടുപ്പ് പടിവാതിൽ എത്തി നിൽക്കുകയാണ്. എന്നിട്ട് പോലും ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഈ 1ാം ഘട്ടം തെരഞ്ഞെടുപ്പ് നടക്കുന്ന സ്ഥലത്ത് നാമനിർദ്ദേശ പത്രം സമർപ്പിച്ചത് പിൻവലിക്കാനുള്ള അവസാന തീയതിയാണ്. മറ്റൊരു 2ാം ഘട്ടത്തിന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള ഒരു അവസാന ദിവസമാണ്. അപ്പൊ ഇതെന്താണ് ഇവരിങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നത് പറയുമ്പോൾ, പല നേതാക്കന്മാരോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത്, ആദ്യം എല്ലാവരും നാമനിർദ്ദേശ പത്രിക ഒരുമിച്ച് കൊടുക്കട്ടെ, അതിനുശേഷം നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്ന സമയമാകുമ്പോൾ പിൻവലിച്ചിട്ട് കൃത്യമായ സഖ്യം അവിടെ നിലവിൽ വരുമെന്നാണ് പറയുന്നത്. അതിനകത്ത് ഈ നേതാക്കൾ മനസ്സിലാക്കാതെ പോകുന്ന മറ്റൊരു സാധനമാണ്, ഇത് വലിയൊരു പ്രചാരണ ആയുധമാക്കുകയാണ് അവിടുത്തെ NDA മുന്നണി. അതായത് അവർക്കിടയിൽ വലിയ പ്രതിസന്ധി നിൽക്കുകയാണ്, പരസ്പരം മത്സരിക്കുകയാണ് എന്നുള്ളത് സാധാരണക്കാരായിട്ടുള്ള അവിടെ അക്ഷര വിദ്യാഭ്യാസം ഇല്ലാത്ത ജനങ്ങളിലേക്ക്. ഇന്ത്യ മുന്നണി ഏതൊക്കെ സീറ്റിലാണ് മത്സരിക്കുന്നത് പരസ്പരം? ഇന്ത്യ മുന്നണി പ്രധാനമായിട്ടും അതായത് RJDയും കോൺഗ്രസും 9 സീറ്റുകളിലാണ് ഇപ്പോൾ അവകാശവാദം ഉന്നയിച്ച് പരസ്പരം അവർ പത്രിക സമർപ്പിച്ചിരിക്കുന്നത്. അതൊരു പക്ഷേ 2ാം ഘട്ടത്തിലേക്ക് വേണ്ടിയാണ്, അത് പിൻവലിച്ചേക്കാം. പക്ഷേ രണ്ടുപേരും പത്രിക സമർപ്പിച്ചിരിക്കുകയാണ്. ആദ്യം 4 സീറ്റുകളിലേ ഈ ഒരു പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ അത് 6 ഇപ്പോൾ അത് 9 സീറ്റ്. എതിരാളികളോട് പോരാടുന്നതിന് പകരം സ്വന്തം പരസ്പരം പോരാട്ടമാണ്. അതാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ഒരു പ്രത്യേകതയായിട്ട് കണ്ടത്, അവിടുത്തെ PCC അധ്യക്ഷനുണ്ട് രാജേഷ് റാം. അദ്ദേഹത്തിന്റെ ഒരു മണ്ഡലമുണ്ടല്ലോ, കുടുംബ മണ്ഡലം. ആ മണ്ഡലത്തിൽ ഞങ്ങൾക്ക് സ്ഥാനാർത്ഥി ഉണ്ടാകും, അതായത് സുരേഷ് പാസ്വാൻ ആണെന്ന് തോന്നുന്നു അവിടെ മത്സരിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത് എന്ന് RJD തന്നെ പരസ്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. അതെ, അതിനെ അവരെ ലളിതവൽക്കരിക്കുന്നത് എന്താ, സൗഹൃദ മത്സരം എന്ന് പറഞ്ഞുകൊണ്ടാണ്. പക്ഷെ ഇത് യഥാർത്ഥത്തിൽ ജനങ്ങളുടെ ഇടയിലേക്ക് ഈ സാധനം എത്തുമ്പോൾ നമുക്കറിയാം, അവിടെ ഈ അക്ഷര വിദ്യാഭ്യാസമുള്ള സാധാരണക്കാരാണ്. ഈ തേജസ്വി യാദവിന്റെ ആയാലും ഏറ്റവും കൂടുതൽ IPS-കാരും IAS-കാരൊക്കെ അങ്ങനെ ഉണ്ട്. മാത്രമല്ല അവര് ഈ വിദ്യാഭ്യാസ കുറവാണെങ്കിൽ പോലും പക്ഷെ സോഷ്യലിസ്റ്റ് മൂവ്മെന്റ് എല്ലാം തുടങ്ങിയ ഒരു സ്ഥലം ബീഹാർ തന്നെയാണ്. ജയപ്രകാശ് നാരായണന്റെ മണ്ണാണ്. അതുകൊണ്ട് ആ തരത്തിൽ വലിയൊരു മാറ്റം തുടങ്ങിയൊരു മണ്ണാണ്. മാത്രമല്ല ഒരു UP പോലെ ഒരു രീതിയിലല്ല അവിടെ വർക്ക് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞ കാര്യം OBCക്ക് വളരെ കൃത്യമായിട്ടുള്ള ഒരു ശക്തിയുണ്ട്. കുർമി വോട്ടർമാർ അവരുണ്ട്. ജാതി സമവാക്യങ്ങൾ വലിയ രീതിയിൽ ഇമ്പാക്ട് മാറ്റം ഉണ്ടാക്കുന്ന സംസ്ഥാനമാണ്. പക്ഷെ അങ്ങനെ ഇരിക്കെ തന്നെ ഈ ജാട്ടുകള് യാദവ വോട്ടുകളാണ് ഭൂരിപക്ഷം. അവിടുത്തെ 87.43% വോട്ടുകളും പിന്നാക്ക വോട്ടുകളാണ്. സാമ്പത്തികപരമായിട്ട്, സാമൂഹികപരമായിട്ട്, പിന്നെ SC ST. അതുകൊണ്ട് തന്നെയാണ് സർവേ നടത്തണമെന്ന് പറയുമ്പോൾ എല്ലാ പാർട്ടികളും ഒരുമിച്ച് വരുന്നത്. ഈ കോൺഗ്രസ് അതിന്റെ ചാമ്പ്യനാകാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? അത് ഏറ്റവും പ്രധാനം രാഹുൽ ഗാന്ധിയാണ് ഇത് ഉയർത്തിക്കൊണ്ട് വന്നതുകൊണ്ടാണ് ചോദിക്കുന്നത്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ആ സാധനം ഏറ്റവും പ്രധാനമാണ്. അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളോട്
സംവേദിക്കുന്നുണ്ട് ഈ നേതാക്കൾ. അതിപ്പം ലാലു പ്രസാദ് യാദവ് ആയിക്കോട്ടെ, നിതീഷ് കുമാർ ആയിക്കോട്ടെ, അവർ പരിഹാസത്തിലൂടെയും ചിരിയിലൂടെയും തമാശകളിലൂടെയും നമ്മുടെ പൊതുമധ്യത്തിൽ പറയാൻ പറ്റാത്ത രീതിയിലുള്ള തമാശകളിലൂടെയൊക്കെയാണ് അവർ ഈ ആൾക്കാരോട് സംവേദിക്കുന്നത്. അപ്പോൾ പറയുകയാണ്, അവർ രണ്ടുപേരും തമ്മിൽ അടിയാണ്, അവർ പരസ്പരം മത്സരിക്കുകയാണ് എന്ന് പറയുമ്പോൾ ജനങ്ങൾ അവർ മനസ്സിലാക്കുന്നത് എന്താണ്? ഇതുവരെയും ഇപ്പോൾ ഇവർക്ക് ഞങ്ങൾ വോട്ട് ചെയ്താൽ എന്തായിരിക്കും സ്ഥിതി? അപ്പോൾ അവിടെ മേൽക്കൈ ഉണ്ടാക്കുന്നത് NDA മുന്നണിയാണ്. പക്ഷെ അത് ഈ നേതാക്കൾ തിരിച്ചറിയാതെ പോകുന്നതാണ് വലിയ കഷ്ടമാവുന്നത്. അതായത് രാഹുൽ ഗാന്ധി വഴി വെട്ടി വെച്ചകത്തൂടെ നടക്കാൻ തയ്യാറാവുന്നില്ല, അല്ലെങ്കിൽ ആ വഴി മുന്നോട്ട് തെളിക്കാൻ കോൺഗ്രസ് നേതാക്കളും തയ്യാറാവുന്നില്ല, RJDയും മറ്റ് പ്രതിപക്ഷ പാർട്ടികളും തയ്യാറാവുന്നില്ല. ഈ ഏറ്റവും ഒടുവിൽ ഈ VIP മക്കാന കർഷകരുടെ ഏറ്റവും വലിയൊരു പാർട്ടിയാണ് VIP, വിശാലി ഇൻസാൻ പാർട്ടി. ഈ മുകേഷ് സഹാനി ഉൾപ്പെടെ ഉള്ള ആൾക്കാരുകൾ, മുകേഷ് സൈനി ഉൾപ്പെടെ ഉള്ള വ്യക്തികൾ, അദ്ദേഹം ആദ്യം പറഞ്ഞെന്താണ്? ഉപമുഖ്യമന്ത്രി സ്ഥാനം വേണം, 15 സീറ്റുകൾ വേണമെന്നാണ്. പക്ഷേ RJD സമ്മതിച്ചില്ല. RJD പറയുന്നത് കഴിഞ്ഞ 2020 തെരഞ്ഞെടുപ്പിൽ RJD അവിടെ 144 സീറ്റ് മത്സരിച്ചു, 75 സീറ്റുകൾ അവർ വിജയിച്ചു. പിന്നീടാണ് പല നേതാക്കൾ കൊഴിഞ്ഞു പോയി BJPയുടെ മേൽക്കൈ നേടിയത്. കോൺഗ്രസ് പക്ഷേ 70 സീറ്റിൽ മത്സരിച്ചു, പക്ഷേ 19 സീറ്റുകൾ വിജയിക്കാനായുള്ളൂ. കോൺഗ്രസ് ഇന്നലെയാണ് ഒരു 5 സ്ഥാനാർത്ഥികളെ കൂടി ഇന്നലെ പ്രഖ്യാപിച്ചു. അപ്പോൾ കോൺഗ്രസിന് 52 സ്ഥാനാർത്ഥികളായിരിക്കുകയാണ്. പക്ഷേ അവരാദ്യം മുൻപോട്ട് വെച്ചത് ആ ഒരു ഫോർമുലയിൽ 62 എന്നുള്ളതാണ് ആ ചർച്ചകൾ. അതുകൊണ്ടാണ് ഈ ചർച്ചകൾ ഇങ്ങനെ ഇപ്പോൾ 9 സീറ്റുകളിലേക്ക് മാത്രമല്ല, ഈ ദേശീയ നേതൃത്വം RJD നേതൃത്വവുമായി കമ്മ്യൂണിക്കേഷൻ നടത്തി കഴിയുമ്പോൾ അത് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നുണ്ട്. പക്ഷേ ഇതൊന്നും അവിടുത്തെ പാർട്ടിക്കാരെ സംബന്ധിച്ച് പറ്റുന്നില്ല. കാര്യം അവിടെ കോൺഗ്രസ്സുകാർ തന്നെ ഉയർത്തുന്ന ഏറ്റവും വലിയ ആരോപണം, നിങ്ങൾ ഈ കൃഷ്ണ അല്ലാവൂർ അടക്കമുള്ള ആളുകൾ പൈസ വാങ്ങിക്കൊണ്ടാണ് ഈ സീറ്റ് നൽകുന്നതെന്നാണ്. എയർപോർട്ടിൽ അടി നമ്മൾ കണ്ടതാണ്. കൃഷ്ണ അള്ളാവൂരിനെയും അതുപോലെ PCC അധ്യക്ഷനെ അടക്കം അടിച്ചു. അത് വലിയ രീതിയിൽ BJPയുടെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടിലൂടെ അവർ ആഘോഷിക്കുന്നത് കണ്ടാണ്. അപ്പം അതൊന്നും പരിഹരിക്കാൻ അവസാന ഘട്ടത്തിലും പരിഹരിക്കാൻ സീറ്റ് പോലും വിഭജിക്കാൻ കഴിയാത്തവർ എങ്ങനെ മത്സരത്തെ നേരിടുന്നു? അതാ ഇനി ഏകദേശം 16 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഒന്നാം ഘട്ട വോട്ടെടുപ്പിന് 16 ദിവസങ്ങൾ ബാക്കി നിൽക്കെ ഈ പ്രതിസന്ധി പരിഹരിക്കാതെ ഇവർ മുൻപോട്ട് പോയാൽ എന്താകും സ്ഥിതി? അതായത് 20 വർഷം നീണ്ടു നിന്ന നിതീഷ് കുമാറിന്റെ ഭരണം, നിതീഷ് കുമാറിന്റെ 2 ഇടവേളയിൽ ഇവർ ഭരിച്ചെങ്കിൽ പോലും നിതീഷ് കുമാർ തന്നെയാണ്. അതെ, അദ്ദേഹം മുഖ്യമന്ത്രിയാണ്. അപ്പം വലിയ രീതിയിൽ ഭരണവിരുദ്ധ വികാരമുണ്ട്. നമുക്കറിയാം, ഒരു 10 വർഷമായിക്കോട്ടെ അല്ലെങ്കിൽ 15 വർഷമായിക്കോട്ടെ ഒരു നേതാവിനെ തന്നെ കാണുന്നു, അദ്ദേഹം പറയുന്ന വാക്കുകൾ, അദ്ദേഹത്തിന് മറ്റ് പ്രശ്നങ്ങളോ അല്ലെങ്കിൽ കാര്യങ്ങളോ ഒന്നും അദ്ദേഹത്തിന് പറയാനില്ല. അതോടൊപ്പം തന്നെ ഇന്ത്യ മുന്നണി ഉയർത്തുന്ന അല്ലെങ്കിൽ മഹാഗഠബന്ധൻ ഉയർത്തുന്ന ഏറ്റവും വലിയ പ്രശ്നം അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങളാണ്. പല വേദികളും, പ്രധാനമന്ത്രി ഉൾപ്പെടെ ഉള്ള വേദികൾ, അദ്ദേഹത്തിന്റെ നിതീഷ് കുമാറിന്റെ പല ചേഷ്ടകളും സാമൂഹ്യ മാധ്യമങ്ങളോട് വളരെ വൈറലായിരുന്നു. അപ്പൊ അതൊക്കെ ഉയർത്തിക്കാട്ടുന്നുണ്ട്. പക്ഷെ അത് ഉയർത്തിക്കാട്ടി ഒരുമിച്ച് മുന്നോട്ട് മഹാഗഠബന്ധൻ പോകുന്നതിന് പകരം തമ്മിലടിക്കുകയാണ് ഇപ്പോൾ ഇവർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഒരു പഠിക്കൽ കൊണ്ട ഒരു കല മുടക്കുന്നു എന്ന അവസ്ഥ അങ്ങനെ തന്നെ പറയേണ്ടി വരും. പഠിക്കൽ കല മുടക്കുന്ന രീതിയാണ് ഇപ്പോൾ മഹാസഖ്യത്തിൽ ബീഹാറിൽ ഉണ്ടായിരിക്കുന്നത്. നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. കാര്യം വോട്ടർ യാത്രയിലൂടെയും അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധി ഉന്നയിച്ച വോട്ടുകൊള്ള ആരോപണത്തിലൊക്കെയും വലിയ ജനപിന്തുണ നേടി. ഇനി എന്തെങ്കിലും ഒരു പ്രതീക്ഷ കോൺഗ്രസിന് ബാക്കി നിൽക്കുന്നുണ്ടോ? അല്ല, നമുക്ക് പ്രതീക്ഷ അറ്റുപോയെന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ. കാര്യം പ്രതീക്ഷ ഉള്ളത് സംസ്ഥാനമാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അവിടുത്തെ ജനകീയ വിഷയങ്ങളാണ്. അത് പരിഹരിക്കാൻ വേണ്ടിയാണ് ഈ സ്ത്രീ വോട്ടർമാർക്ക് കൂടുതൽ പ്രാധാന്യം നൽകാൻ വേണ്ടി വലിയ ജനകീയ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത്. പ്രധാനമന്ത്രി കഴിഞ്ഞ 10 മാസത്തിനിടെ 8 തവണയാണ് ബീഹാർ സന്ദർശിച്ചത്. 1.5 ലക്ഷം കോടിയിലധികം രൂപയാണ് കേന്ദ്ര സർക്കാർ ബീഹാറിന് വേണ്ടി നൽകിയത്. കഴിഞ്ഞ 2 രാഹുൽ ഗാന്ധി താമരക്കുരു കൃഷി വലിയ ഗുണം ചെയ്തിട്ടുണ്ട്. അതെ, മക്കാന ബോർഡ് BJP രൂപീകരിച്ചെങ്കിലും അതിന്റെ മണ്ണിലിറങ്ങി പണിയെടുത്തത് രാഹുൽ ഗാന്ധി ആയിരുന്നു, ആ കർഷകർക്കിടയിലേക്ക്. അതെ, രാഹുൽ ഗാന്ധി ആ വലിയൊരു പോണ്ടിലേക്ക് ഇറങ്ങി. അദ്ദേഹം അവരോടൊപ്പം തന്നെ ആ മക്കാന കുരു ശേഖരിക്കുന്നു, അവരോട് സംസാരിക്കുന്നു, അദ്ദേഹം അത് കഴിക്കുന്നു. അതൊക്കെ സാമൂഹിക മാധ്യമങ്ങൾ പങ്കുവെക്കുന്നതോടുകൂടി വലിയ പ്രചാരം നേടിയിട്ടുണ്ട് ഈ വീഡിയോസിനൊക്കെ. പക്ഷെ ഇങ്ങനെ വീഡിയോസ് എടുത്തു ഇങ്ങനെ പോകുന്നതല്ലാതെ ഈ നേർക്കുനേർ ഇരുന്ന് സംസാരിച്ച് ചർച്ചകളിലൂടെ പരിഹരിക്കാൻ വേണ്ടി ഇവരാരും തയ്യാറാവുന്നില്ല. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഫലം ഉണ്ടാവുമോ? ഈ നേതാക്കൾ തമ്മിൽ ഒരു സമവായം. രാജ്യത്തെ മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരും ഇപ്പോൾ ബീഹാറിലേക്ക് കൈകൂപ്പി പറയുകയാണ്, നിങ്ങൾ ഈ തമ്മിലടി നിർത്തൂ, ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് തെരഞ്ഞെടുപ്പിനുള്ളത്, അതിനെങ്കിലും ഒരുങ്ങണം എന്നുള്ളൊരു ആവശ്യം തന്നെയാണുള്ളത്. അതുകൊണ്ട് പഠിക്കൽ കൊണ്ട കോൺഗ്രസ് കലമുടക്കരുത്. ഇത് തന്നെയാണ് രാജ്യത്തെ മുഴുവൻ കോൺഗ്രസ്സുകാരുടെയും ബീഹാറിലെ കോൺഗ്രസിനോടുള്ള ഏക അഭ്യർത്ഥന.